വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്ന് രാവിലെ 11:15 അദ്ദേഹത്തിന്റെ അന്ത്യം. വിയോഗവാർത്ത അറിഞ്ഞതു മുതൽ വിവിധ നേതാക്കളും പ്രവർത്തകരും ആശുപത്രിയിലും KPCC ഓഫീസിലും നെട്ടയം മുക്കോലയിലെ വീട്ടിലുമെത്തി. 2001 തെന്നലയെ KPCC അധ്യക്ഷനായ സ്ഥാനത്ത് നിന്ന് നീക്കിയത് രാഷ്ട്രീയ ജീവിതത്തിലെ ട്രാജഡി ആയിരുന്നുവെന്ന് മുതിർന്ന നേതാവ് AK ആന്റണി അനുസ്മരിച്ചു. ഒരു കാലഘട്ടത്തിൽ കോൺഗ്രസിൽ തർക്കമുണ്ടായാൽ തെന്നലയുടെ തീരുമാനമാണ് അവസാന തീരുമാനം. തർക്കങ്ങൾ രൂക്ഷമാകുമ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ആലോചിച്ച് ആ തർക്കങ്ങൾ പരിശോധിച്ച് ഒരു തീരുമാനമുണ്ടാക്കുവാൻ തെന്നല പാലക്ഷമുള്ള ചെയർമാനായ ഒരു കമ്മിറ്റിയെ തീരുമാനിച്ചു. ആ കമ്മിറ്റിയുടെ തീരുമാനം കേരളത്തിലെ കോൺഗ്രസ്സുകാരെല്ലാവരും അംഗീകരിക്കും. കുടുംബത്തിലെ കാരണവരെ നഷ്ടമായെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശനും. ഏറ്റവും ബഹുമാന്യനായ തെന്നല ബാലകൃഷ്ണപിള്ള സാറിൻ്റെ വേർപാടിലൂടെ കേരളത്തിലെ കോൺഗ്രസിന് അതിൻ്റെ തറവാട്ട് കാരണവരെയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. എത്രയോ പതിറ്റാണ്ട് കാലം പക്വതയാർന്ന പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് നേതാക്കൾക്ക് മാർഗനിർദ്ദേശം നൽകിയ നേതാവായിരുന്നു ബാലകൃഷ്ണ സാർ. വിനയത്തിന്റെയും ലാളിത്യത്തിന്റെയും ആദർശത്തിന്റെയും പര്യായമായിരുന്ന തെന്നല ബാലകൃഷ്ണപിള്ള എന്ന KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് അനുശോചിച്ചു. കേരളത്തിലെ കോൺഗ്രസിന്റെ സൗമ്യ നേതൃത്വമായിരുന്നു ശാന്തതയുടെയും നന്മയുടെയും ലാളിത്യത്തിന്റെയും വിനയത്തിന്റെയും പര്യായമായിരുന്നു ശ്രീ തെന്നല സാർ. അധികാരസ്ഥാനത്തേക്കാൾ കൂടുതൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിൽ ശ്രദ്ധിച്ച നേതാവിനെ നഷ്ടമായെന്ന് MM ഹസൻ ഓർത്തെടുത്തു. 2001 തെരഞ്ഞെടുപ്പ് അന്ന് മുഖ്യമന്ത്രി AK ആന്റണി രാജിവെക്കുന്നു. രാജ്ഭവനിൽ നിൽക്കുന്ന ഞങ്ങളെല്ലാം അറിയുന്ന വാർത്ത തെന്നല സാർ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറുന്നു, മറ്റൊരു പുതിയ പ്രസിഡന്റ് വരും. വാർത്തയറിഞ്ഞ് ഞങ്ങൾ ഇന്ദിരാഭവനിൽ വരുമ്പോൾ അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ ബാഗും പിടിച്ച് സുസ്മേരവദനായി യാതൊരു പരിഭവമില്ലാതെ KPCC ഇന്ദിരാഭവൻ്റെ പടിയിറങ്ങുന്ന തെന്നല സാറിനെയാണ് ഞങ്ങൾ കണ്ടത്. പാർട്ടി നിർദ്ദേശങ്ങൾ പൂർണ്ണമായും അനുസരിച്ച നേതാവിന്റെ വിയോഗം കോൺഗ്രസിന് കനത്ത നഷ്ടമെന്ന് K മുരളീധരന്റെ അനുശോചനം. കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് തെന്നല സാറിൻ്റെ നിര്യാണം ഒരു തീരാ നഷ്ടം തന്നെയാണ്. കാരണം പാർട്ടി ഏൽപ്പിച്ച എല്ലാ ഉത്തരവാദിത്വങ്ങളും സത്യസന്ധമായി അദ്ദേഹത്തിന് നിർവഹിക്കാൻ കഴിഞ്ഞു. സാറിൻ്റെ നിര്യാണം ഈ സന്ദർഭത്തിൽ പാർട്ടിക്കൊരു കനത്ത ആഘാതം തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ തെന്നലയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.